ബ്യൂട്ടി ആൻഡ് വീൽസ് ബൈ സൈറസ് മാത്യുവിൻ്റെ കൊച്ചി ടു ലഡാക്ക് സീസൺ 2 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ 4 പേരും ലഡാക്ക് വിസിറ്റ് ചെയ്തിരുന്നു. ഈ വർഷം ഞങ്ങൾ ഒന്നുകൂടി പോവുകയാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബൈ എയർ ആണ് ഞങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ ഒരു 2.5 മണിക്കൂർ നമുക്ക് ലേ ഓവർ ഉണ്ടായിരിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് പറഞ്ഞിരിക്കുന്നത് 2:50 ഏർലി മോർണിംഗ്. ഈ പ്രാവശ്യം ഞങ്ങളോടൊപ്പം നിങ്ങളെയും ഞങ്ങൾ കൊണ്ടുപോകുന്നു ലഡാക്കിലേക്ക്. പ്ലീസ് കം ആൻഡ് എൻജോയ് ദിസ് ട്രിപ്പ് വിത്ത് us. (4:45) നമ്മുടെ മുംബൈ അറൈവൽ. എന്നാൽ ഫുഡ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും 5:30 ടൈമായി. അത്യാവശ്യം ഉറക്കമൊന്നും ആർക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. ആ സമയമായതുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ ആർക്കും തോന്നിയുമില്ല. അതുകൊണ്ട് തന്നെ വെജ് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു ഞങ്ങൾ. മസാല ദോശയും അവിടെ ഉണ്ടായിരുന്നു. മസാല ദോശയ്ക്ക് പക്ഷേ കോംബോ ആയിട്ട് ഒരു പറഞ്ഞിരുന്ന ഒരു ഉഴുന്നുവടയും ഒരു ഇഡ്ഡലിയും ഒരു ചോയ്സ് ഓഫ് ബിവറേജ് ഒക്കെ ആയിരുന്നു. അങ്ങനെ 3 മസാല ദോശ കോംബോയും ഒരു നോർമൽ മസാല ദോശയും പറഞ്ഞു. ബില്ല് വന്നപ്പോൾ 2068 രൂപ. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ വയറ് നിറഞ്ഞു, ഫുഡ് കഴിക്കാതെ തന്നെ. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഞങ്ങൾക്ക് ലഡാക്കിലേക്കുള്ള ലേയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൽ നിന്നും കോള് വന്നു. ആ കോള് വന്ന ഉടനെ ഞങ്ങൾ ഗേറ്റിലേക്ക് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓടേണ്ടി വന്നു. ഓടി ഞങ്ങൾ എത്തി, ഫ്ലൈറ്റിൽ ചെന്ന് കയറി ഞങ്ങൾ. നമുക്ക് മുംബൈ സിറ്റിയും മുംബൈ സീസൈഡും കാണാം. അതിനുശേഷം മുംബൈയിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ ജേണിയാണ് ലഡാക്കിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ലഡാക്കിലേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നുള്ളവരാണേലും ലഡാക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഡാക്ക് എത്രമാത്രം ഡിഫറൻ്റ് ആണ്. ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് അവിടുത്തെ വെതറും അവിടുത്തെ അറ്റ്മോസ്ഫിയറും. ഒന്ന്, അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടുത്തെ എലിവേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മൾ ജീവിക്കുന്ന ഏരിയ, കേരളത്തിലെ ഏത് പ്രദേശമാണെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ ആവറേജ് സീ ലെവലിലാണ് ജീവിക്കുന്നത്. എന്നാൽ മൂന്നാറിലേക്ക് പോകുമ്പം അത് ആവറേജ് 4000 or 5000 ഫീറ്റ് എബോവ് സീ ലെവലാണ് മൂന്നാറിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ലഡാക്കിലേക്ക് വരുമ്പോൾ കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ഹൈറ്റിലാണ് ലഡാക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 14,000 അടി. ക്യാപിറ്റലായിരിക്കുന്ന ലേ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 11,000 ഫീറ്റ് ഹൈറ്റിലാണ്.
കർദംഗ്ല പാസ് ഒക്കെ വരുമ്പോൾ 18,000 ഫീറ്റ്, ഉംലിംഗ്ല പാസിലേക്ക് വരുമ്പോൾ 19,000 ഫീറ്റ്. അവിടുത്തെ 2 ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓക്സിജൻ ഡെഫിഷ്യൻസിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള വേരിയേഷൻസുമാണ്. അപ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും ലഡാക്കിലേക്ക് ചെല്ലുന്നവർ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. ഇത് മുഖാന്തരം ഉണ്ടായേക്കാവുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സും ഇത് നമ്മളെ വല്ലാത്ത വിധത്തിൽ നമ്മളെ ബാധിക്കും. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടവരുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് സ്ട്രെയിറ്റ് ഫ്ലൈറ്റുകളില്ല. അത് എല്ലാം കണക്ഷൻ ഫ്ലൈറ്റുകളാണ്. ഒന്നെങ്കിൽ ഡൽഹിയോ മുംബൈ വഴിയാണ് മിക്ക ഫ്ലൈറ്റുകളും പോകുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം വാട്ടർ ഇൻടേക്കിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വാട്ടർ ഇൻടേക്ക് നമ്മളെ ഓക്സിജൻ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് നൽകുന്നതിനും ലഡാക്കിൽ ചെന്നിറങ്ങുമ്പോൾ, ലേയിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ബൈ എയർ യാത്ര ചെയ്യുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രീനഗറിൽ നിന്നോ മണാലിയിൽ നിന്നോ കാർ വഴിയോ മറ്റ് വാഹനങ്ങൾ വഴിയോ കയറി പോകുന്നവർക്ക് അത്ര ഇഷ്യൂസ് വരുന്നില്ല. അവർ ഓട്ടോമാറ്റിക്കലി മണിക്കൂറുകളെടുത്ത് അക്ലമറ്റൈസ് ആകുന്നവരാണ്. എന്നാൽ ബൈ എയർ യാത്ര ചെയ്യുന്നവർക്ക് അക്ലമറ്റൈസ് ആകുന്നതിന് ടൈം എടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട്, ഡൽഹിയിൽ നിന്നൊക്കെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ലേയിലെത്തുന്നത്. ബോംബെയിൽ നിന്നാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ. അപ്പോൾ വരാൻ പോകുന്ന ഡിഫറൻസ് ഒരു 11,000 12,000 ഫീറ്റിൻ്റെ ഡിഫറൻസിലേക്കാണ് നമ്മൾ പെട്ടെന്ന് ചെന്ന് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഓക്സിജൻ ഡെഫിഷ്യൻസിയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ഓരോ ബോഡി പാർട്സും ഓക്സിജന് വേണ്ടി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇനി അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മളെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൊന്നാണ്. ആദ്യത്തെ 24 hours നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. വെജിറ്റേറിയൻ ഫുഡ്, വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കുക, അല്ലെങ്കിൽ കുക്ക്ഡ് ആണെങ്കിൽ പോലും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക. അതുപോലെ അധികം സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കരുത്. അന്നത്തെ ദിവസം അധികം യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. അന്നത്തെ ദിവസം പകല് കിടന്നുറങ്ങാൻ ശ്രമിക്കരുത്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അക്ലമറ്റൈസ്ഡ് ആവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസിയുടെയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തലകറങ്ങി വീഴുകയോ അല്ലെങ്കിൽ ബെഡ് റീഡൻ ആകുകയാണെങ്കിൽ അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. മിലിറ്ററി ഹോസ്പിറ്റലിൽ 40 ബെഡിൻ്റെ ഒരു യൂണിറ്റ്, ടൂറിസ്റ്റ് യൂണിറ്റ് തന്നെയുണ്ട്. ടൂറിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ചില ഇഷ്യൂസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയുടെ തുടർന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും പോർട്ടബിൾ ഓക്സിജൻ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിൽസ് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ ഹെൽപ്പ് എടുക്കാം. അന്നത്തെ ദിവസം നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. നമ്മൾ പോകുന്ന റിമോട്ട് ഏരിയകളിലേക്കാണെങ്കിൽ അവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് തുടക്കത്തിൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി നമ്മളതിനെ കൈകാര്യം ചെയ്ത് അതിനുള്ള മെഡിസിനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ നമുക്ക് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അത് സ്വീകരിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് പതുക്കെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും, അക്ലമേറ്റൈസ് ആവും. അതിനുശേഷം നമുക്ക് യാത്ര തുടരാം. നമുക്ക് സന്തോഷമായിട്ട് തന്നെ നമുക്ക് യാത്രയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വളരെയധികം ശ്രദ്ധിക്കുക. അത് മാക്സിമം വാട്ടർ ഇൻടേക്കിന് ശ്രമിക്കുക. പ്രത്യേകിച്ച് മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ കയറിയതിന് ശേഷം മാക്സിമം വാട്ടർ ഇൻടേക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ വാട്ടർ ബോട്ടിൽ കരുതുക. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അവർ തരുന്നുണ്ട്. നമ്മൾ ചോദിക്കാതെ തന്നെ അവർ വന്ന് നമ്മളെ വെള്ളം വേണമെന്ന് ചോദിക്കുകയും നമുക്കത് വാങ്ങിച്ചു കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അതെല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അതിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ബട്ട് പ്രിക്കോഷൻ ഈസ് ദി ബെസ്റ്റ് ക്യൂർ എന്ന് പറയുന്ന പോലെ നല്ല ചൂടത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിച്ചേക്കാമോ അതേപോലെ തന്നെയാണ് ഓക്സിജൻ നോർമലായിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് തീരെ ഓക്സിജൻ ഉള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അപ്പോൾ തന്നെ ബാധിക്കാം, പിന്നീടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസും അല്ലെങ്കിൽ അതിന് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളും ഇതിന് നേരത്തെ അതിനെ അഭിമുഖീകരിച്ചവരാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ യാത്ര നല്ല മെമ്മറബിൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ലഡാക്ക് എയർ സ്പേസിന് മുകളിലെത്തി. നമുക്ക് ആ മലനിരകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹിമാലയാസിന് മുകളിലെത്തിയിട്ടുണ്ട്. ചിലയിടത്ത് സ്നോ ക്യാപ്സ് കാണാൻ സാധിക്കും. നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു ഡിസെൻറ്റ് ആരംഭിക്കുകയാണെന്നും പറഞ്ഞ്. അതിന് കൂടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. എയർപോർട്ട് ഈ എയർപോർട്ട് കുഷോക്ക് ബക്കുള റിംപോച്ചെ എയർപോർട്ട് ഒരു മിലിറ്ററി എയർപോർട്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിക്കോ നമ്മൾ ശ്രമിക്കരുതെന്നുള്ള അനൗൺസ്മെൻറ്റും നമുക്ക് വന്നിരുന്നു. അറ്റ്ലാസ്റ്റ് വീണ്ടും നമ്മൾ ലഡാക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യവും നമ്മളെ കൂട്ടാൻ വന്നിരിക്കുന്നത് താഷിഭായി ആണ്. ഈ സെറീൻ ബ്യൂട്ടി, ലഡാക്കിൻ്റെ ഈ സെറീൻ ബ്യൂട്ടി
വീണ്ടും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷം. നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചാലും ഞങ്ങൾക്ക് സന്തോഷം. എന്ത് പഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ പഫ്, ജീവവായു, ശുദ്ധവായു, ജീവൻ നിലനിൽക്കുന്ന വായു. आगे बाबा पहुंच गए. The end of the high passes. റേഞ്ച് കിട്ടണമെങ്കിൽ റിലയൻസിന്റെ, എയർടെലിന്റെ, BSNL ഇത് മൂന്നിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആയിരിക്കും. അതിന് മൂന്നിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ ഇവിടെ റേഞ്ച് കിട്ടത്തുള്ളൂ. ഒരു സിമ്മിനും കിട്ടത്തില്ല. ഈ പറഞ്ഞ കമ്പനികളിലെയും പ്രീപെയ്ഡ് സിമ്മുകൾക്ക് റേഞ്ച് കിട്ടത്തില്ല. എന്നെ പറയണത് നന്നായി, കാരണം ഈ ബ്യൂട്ടി സ്വസ്ഥമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അമ്മ ഹാപ്പി അല്ലേ? ഇത് നമ്മുടെ ഫേമസ് താഷിബായി ആണ്. താഷിബായിയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ ആനയിച്ചോണ്ട് പോയത്. എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത് താഷിബായി ആയിരുന്നു. ताशीबाई एक हाय बोलिए. यूट्यूब में आ जाएगा. हाँ वही तो हमारा हॉस्पिटल. गए साल एक दिन हमें इधर रहना पड़ा. लास्ट टाइम दोनों को चक्कर हो गया और ये गिर गए दोनों भी. लास्ट टाइम വന്നപ്പോ इधर का वहाँ टूरिस्ट स्पॉट उधर करीब एक दिन. ചെറിയ ഓക്സിജന്റെ ഒരു എന്താണ് അതിന് പറയേണ്ടത് എനിക്കെന്താ, ഒരു ഓക്സിജന്റെ സിലിണ്ടർ അല്ല അത്. ആക്ച്വലി നമുക്ക് അതിൻ്റെ പഫ് എടുക്കാം. വിത്ത് ദാറ്റ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മൊത്തം റെസ്റ്റ് ആയതുകൊണ്ട് വൺ ഡേ ഫുൾ റെസ്റ്റ് ആയിരിക്കണമല്ലോ. സോ ഫ്രൂട്ട്സ് വാങ്ങിക്കാം, ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ. നമ്മൾ എന്തെങ്കിലും സ്നാക്സ് പോലെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ താഷിച്ചേട്ടൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പോർട്ടബിൾ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇന്നൊരു ദിവസത്തേക്ക് അതിൻ്റെ ആവശ്യം വരുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ അക്ലമറ്റൈസ്ഡ് ആവണം. നാളെ തൊട്ട് നമ്മൾ ഇതിനോട് അഡാപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ബൈ എയർ വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രിക്കോഷൻസ് എടുക്കുന്നത്. കാരണം പെട്ടെന്നല്ല അത്രയും തൗസൻഡ്സ് ഓഫ് ഫീറ്റ് നമ്മൾ ഉയർന്നത്. ബൈ റോഡോ വരുമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും തോന്നത്തില്ല. അപ്പോൾ ഒന്ന് ഈ ഒരു ദിവസം ഒന്ന് കെയർ എടുക്കാൻ വേണ്ടിയാണ്. എന്തോ നന്നായിട്ട് ആപ്പിള് ചവയ്ക്കുമ്പോ തന്നെ കിതയ്ക്കുവോ? ഈ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. നാളെ ആകുമ്പോ നമ്മൾ ഓക്കെ ആവും. ഫസ്റ്റ് ഡേ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും വെള്ളം നല്ലപോലെ കുടിക്കുക, ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്. നടക്കുമ്പോഴും കിതപ്പ് അനുഭവപ്പെടും നമുക്ക്. ഫസ്റ്റ് ഡേ ലഡാക്ക് നമ്മളെ സ്വീകരിക്കും. എന്നാലേ നമുക്ക് യാത്ര തുടർന്ന് മുന്നോട്ട് പോയി കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. നമ്മൾ താമസിച്ച റൂം
അങ്ങനെ കേരള ഹൗസ് ഇൻ ലഡാക്ക്. Near Tashi's house. Sachin और Rashi. अपना घर इसके पीछे है ना? हाँ वो रास्ते. ഇനാഗ്രേറ്റ് ചെയ്യാൻ പോണോ? ആരെ വെച്ചാ? കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ് തകർത്തിരുമല്ലോ. വർക്കാവോ നോക്കിയത് ധൈര്യത്തിന് വേണ്ടി വെച്ചേ ഉള്ളൂ. ആ ഇത് കാണുമ്പോ നമുക്കൊരു ഒരു ധൈര്യം അത്രേ ഉള്ളൂ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മള് ഫ്ലൈറ്റ് കയറ്റുന്ന സംവിചാരിച്ചു അവരെ ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ലഡാക്കിലേക്കുള്ള യാത്രയും അതുപോലെ നിങ്ങൾ ലഡാക്കിലേക്ക് വരികയാണെങ്കിൽ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി വരുന്ന ഈ വീഡിയോസിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കവർ ചെയ്യാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ അതിന്റെ മനോഹാരിത നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.